ഹായ് ഗായ്സ്, വെൽക്കം ടു ക്രിസ് ടോക്സ്. സീരിയൽ എപ്പിസോഡുകൾ ചുരുക്കത്തിലറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് ഗോമതിയും മിത്രയും മീനാക്ഷിയും കൂടെ സംസാരിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മീനാക്ഷിയുടെ ഫോണിലേക്ക് ദേവിയുടെ എത്തിയുടെ കോൾ വരുന്നത്. ഇത് കണ്ട മീനാക്ഷി ഫോണും എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. കോൾ അറ്റൻഡ് ചെയ്ത മീനുവിനോട് ദേവി പറയുന്നുണ്ട്, എന്താ മീനു, നീ ഇത്ര പെട്ടെന്ന് എന്നെ മറന്നോ, നീ എന്താ എന്നെ വിളിക്കാത്തെന്നൊക്കെ. ദേവി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ എനിക്കിവിടെ ശ്വാസം മുട്ടുന്നുണ്ട്, നിങ്ങളെ ഒന്നും കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയാണ് മീനുവിനോടെല്ലാം പറഞ്ഞിട്ട്. മീനു അപ്പോൾ പറയുന്നുണ്ട്, ഏടത്തി ഞാൻ പിന്നെ വിളിക്കാം, ഇവിടെ അമ്മയൊക്കെ ഉണ്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റിയ സാഹചര്യമല്ല. എന്തൊക്കെ പറഞ്ഞാലും ദേവി അവളെ കോള് കട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. നീ എന്നെ ഇന്നൊന്ന് കാണാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നിനക്ക് എന്നെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് മീനു പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് അറിയാലോ നമ്മൾ എങ്ങനെ ഇവിടെ കഴിഞ്ഞത്, നമ്മൾ പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നതല്ലേ, എന്നിട്ടും എന്താ ഏട്ടത്തി ഈ കാര്യങ്ങൾ ഒരു വാക്കുപോലും ഞങ്ങളോട് പറയാതിരുന്നത്, ഏട്ടത്തി ചെയ്ത കാര്യങ്ങൾ തെറ്റ് തന്നെയാണെന്ന് മീനു അവളോട് പറയുന്നുണ്ട്. ഞാൻ പറ്റിയാൽ നാളെ തന്നെ ഏട്ടത്തിയെ കാണാൻ വരാമെന്നൊക്കെ പറയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഗോമതി വന്നിട്ട് ഒരു സംശയത്തോടെ മീനാക്ഷിയെ നോക്കുന്നത്. ഇത് കണ്ട മീനാക്ഷി പെട്ടെന്ന് സംസാരം മാറ്റിയിട്ട് ഓഫീസിൽ എന്നതുപോലെ സംസാരിച്ചിട്ട് കോള് കട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ഗോമതിയോട് പറയുന്നുണ്ട്. ഓഫീസിൽ നിന്നാണ് വിളിച്ചത് എന്നൊക്കെ. എന്നാലും ഗോമതിക്ക് ഒരു സംശയമുള്ളതായി കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ടെറസിൽ നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദിനെയാണ്. ആനന്ദ് മദ്യപിക്കുന്നത് കണ്ടിട്ട് ആകാശും ആര്യനും കൂടെ മതി, ഇനി പോയി കിടന്നുറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദിനെ വിളിക്കുകയാണ്. ആ സമയത്ത് ആനന്ദ് അവരോട് പറയുന്നുണ്ട്, മനസമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ, എനിക്ക് മദ്യപിക്കേണ്ട ആവശ്യമില്ല, ഉറങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന്. നിങ്ങളും എനിക്കൊരു കൂട്ടുതാ, ഒരു കമ്പനി താ എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് അവരെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. അവരവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്താണ് തലയിൽ തോർത്തുമിട്ട ഒരു കള്ളനെ പോലെ ധർമ്മൻ എന്ന മാമൻ അവിടേക്ക് കടന്നു വരുന്നത്. മാമൻ വന്ന ശേഷം അവരെല്ലാവരും കൂടി അവിടെ ഇരുന്ന് മദ്യപിക്കാൻ ആരംഭിക്കുന്നുണ്ട്. മാമന് ആനന്ദിനോട് ദേവിയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, വേണ്ട, അതെനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, വേറെ എന്തെങ്കിലും പറയുകയെന്നൊക്കെ. മാമൻ അവിടെ സുഖാണോന്ന് ചോദിക്കുന്ന സമയത്ത് ധർമ്മന്റെ മറുപടി അത്ര സുഖകരമായിരുന്നില്ല. ഇത് കേട്ടിട്ട് അവർ പറയുന്നുണ്ട്, ഇത് കേട്ടാൽ തന്നെ അറിയാം അവിടെ മാമന് സുഖമല്ല എന്ന്. എന്നാൽ മാമൻ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ടേ, ഇവിടെ അച്ഛനും അമ്മയ്ക്കൊന്നും മാമനോട് ഒരു ദേഷ്യമില്ല, സത്യമൊക്കെ തെളിഞ്ഞില്ലേ, ഞാൻ തെളിയിച്ചില്ലേ എന്ന് ആനന്ദ് പറയുന്നുണ്ട്. ധർമ്മൻ ആ സമയത്ത് അവരോട് പറയുന്നുണ്ട്, ഒരിത്തിരി കാശിന് വേണ്ടിയിട്ടല്ലേ അവരെന്നെ സംശയിച്ചത്, ഒരു കള്ളനാക്കിയത്. എനിക്കും അവരോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നാലും പഴയ പോലെ എനിക്ക് അവരോട് സ്നേഹിക്കാൻ കഴിയില്ല. പുറത്ത് സ്നേഹം കാണിച്ചാലും ഉള്ളിൽ എനിക്കൊന്നൊരു അകൽച്ചയുണ്ടാവും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അകന്നു നിൽക്കുന്നത്, അത് മതി ഈ ബന്ധത്തിന് എന്നൊക്കെ. പിന്നീട് ആര്യൻ ഇന്നലെ അലോക അനുശ്രീനെ കണ്ടതിനെ കുറിച്ചും ഇനി അങ്ങനെ ഉണ്ടാവരുത്, അനുശ്രീനെ അവൻ കാണാൻ വരരുത്, മാമൻ ഒന്ന് ചെന്ന് ഉപദേശിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അച്യുതന്റെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ധർമ്മനെ കാണുന്നില്ല, കാരണം ധർമ്മൻ അപ്പുറത്ത് മദ്യപിക്കാൻ പോയതാണല്ലോ. ധർമ്മനെ കാണാതെ സുകന്യെ അന്വേഷിക്കാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് സംശയം കൊണ്ട് അച്യുതൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട് ധർമ്മനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കാണുന്നത് ധർമ്മൻ മതിലും ചാടി ദേവമംഗലത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വരുന്നത്. ധർമ്മനെ ആരും കണ്ടിട്ടില്ല എന്ന സമാധാനത്തിൽ അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് ഒളിച്ചു നിന്നിട്ട് അച്യുതൻ പുറത്തേക്ക് വന്നിട്ട്, നീ എവിടെയായിരുന്നു, എങ്ങോട്ട് പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കുത്തി ചോദിച്ചിട്ടും ധർമ്മനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അപ്പുറത്ത് കാട്ടിക്കൊള്ളാൻ പോയതായിരുന്നു, ഞാൻ അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തഞ്ചത്തിൽ അകത്തേക്ക് പോവുകയാണ്. ധർമ്മൻ അകത്തേക്ക് പോയതോടെ അച്യുതൻ ഒരു ഫോൺ കോൾ ചെയ്യുന്നുണ്ട്. ധർമ്മന് വേണ്ടി തുറക്കാനിരിക്കുന്ന കട എത്രയും വേഗം ഉദ്ഘാടനമാക്കണം, മറ്റന്നാൾ തന്നെ അതിന്റെ ഉദ്ഘാടനം നടത്തണമെന്നൊക്കെ. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, നിന്റെ ഉറക്കം ഞാൻ ഇനി ഇല്ലാതാക്കി തരാമെന്നൊക്കെ. ആ കട മിക്കവാറും ധർമ്മനുള്ള ഒരു പണിയായിരിക്കാനാണ് സാധ്യത. ധർമ്മൻ നേരെ ചെല്ലുന്നത് അലോകിന്റെ റൂമിലേക്കാണ്. എന്നിട്ട് അലോകിനോട് ചോദിക്കുന്നുണ്ട്, നീ അനുശ്രീനെ കണ്ടിട്ടുണ്ടായിരുന്നോ, ആര്യനും തമ്മിലായും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ, എന്തിനാണ് നീ പിന്നെയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, വെറുതെ ആര്യന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങണ്ട. അപ്പോൾ അലോക് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുറ്റബോധം കാരണം ഒരു സോറി പറയാൻ ചെന്നതാണ്, അതിനെന്തിനാണ് ആര്യനെ ഇങ്ങനെ കിടന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇനി അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നാൽ ഞാനും തിരിച്ചു പറയും, ഞാനും തിരിച്ചെന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ. ധർമ്മൻ അപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇനി അവളെ കാണാനോ അവരോട് സംസാരിക്കാൻ പോകാനും പാടില്ല എന്നാണ്. മാമൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു, മാമൻ അവിടെ പോവാറുണ്ടോ എന്നൊക്കെ അലോക് ചോദിക്കുന്നുണ്ട്. അപ്പം ധർമ്മനൊന്നും മിണ്ടുന്നില്ല. പിന്നീട് മീനാക്ഷി അനുവിന്റെ റൂമിലേക്ക് കടന്നു വരുമ്പോൾ ബുക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും അനുവിന്റെ ശ്രദ്ധ അവിടെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ മീനാക്ഷി കാര്യം ചോദിക്കുമ്പോൾ അനു ആദ്യം ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇത്രയും കൂടെ വന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട്, അലോക് എന്തിനു നിന്നെ കാണണം, ഇത്രയായിട്ട് അവന് മതിയായിട്ടില്ലേ, അവൻ എന്ത് സംസാരിക്കണം നിന്നോടെന്നൊക്കെ. പക്ഷെ ആ സമയത്ത് മിത്ര പറയുന്നുണ്ട്, ഇനി അവനോട് നിന്നോട് സോറി പറയാൻ വല്ലതുമാണോ, സംസാരിക്കാനാണോ, നിനക്കത് കേൾക്കായിരുന്നില്ലേ എന്നൊക്കെ. മീനാക്ഷി ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് ചെയ്ത ഒരാളോട് ഇനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നതെന്നോ. അനുവിന് ഈ പ്രശ്നങ്ങൾ എങ്ങനെ അലട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത എപ്പിസോഡിനെ കുറിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.